ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അഖിലജീന മൈസ്റ്റർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒലിവറിൻ്റെ തലേ ദിവസം ഞങ്ങൾ പോയൊരു ഷോപ്പിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. കുറേ വീഡിയോസ് ഒലിവറിൻ്റെ ബർത്ത്ഡേ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി ഇതാണ് ഞങ്ങൾ തലേ ദിവസം പോയിട്ട് അവന് മേടിച്ച ഡെക്കറേഷൻ ഐറ്റംസ്, കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അവന് വേണ്ടി മാത്രമായിട്ട്. കേക്കൊക്കെ ഓർഡർ ചെയ്യാൻ പോകണ്ടേ, അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരെ വെറൈറ്റിയിലോട്ടോട്ട് പോയത്. പുനലൂരിലുള്ള അപ്പോൾ ഒരുപാട് ബർത്ത്ഡേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചുകൊണ്ട് നിന്നപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ ഞാൻ അവിടെ കണ്ടുമുട്ടി, ലീന. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് അവളെ കാണുന്നത്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു നാട്ടിൽ നേഴ്സിംഗ് ഒക്കെ പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വർക്ക് ചെയ്ത് ഹൈദരാബാദ് പോയപ്പോഴും അവൾ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവളെ കണ്ട് സംസാരിച്ചതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നു. അങ്ങനെ ഞാൻ കുഞ്ഞ് ക്ലിപ്പ് അവിടെ എടുത്തിട്ടുള്ളായിരുന്നു, ഫോട്ടോസ് ഒന്നും എടുത്തില്ല. ഒലിവറിനെ അവൾ ആദ്യമായിട്ടായിരുന്നു കണ്ട് പെണ്ണെന്നും ടാറ്റയൊക്കെ പറഞ്ഞ് അവൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമായിരുന്നു. പിന്നെ അവിടെ നേരെ ഞങ്ങൾ റിയൽ ബസാറിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ഷോപ്പാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉള്ളതാണ്. ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് ലാഭമേള എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ ഇതേപോലെ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവയ്ക്കുക. അതൊരിക്കലും പെർമനൻ്റ് അല്ല, കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഒരു ഫുൾ ഷോപ്പ് പെർമനൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന അതുമാതിരിയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അവിടെ നിന്ന് ആൻറ്റിക്ക് ഞങ്ങളെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് എന്നോട് വന്ന് കണ്ട് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഷോപ്പ് മൊത്തത്തിൽ തന്നെ അപ്പോൾ സെപ്പറേറ്റ് ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വിത്ത് പ്രൈസ് ടാഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാനൊന്നും അങ്ങനെ മേടിച്ചില്ല. അങ്ങനെ മേടിക്കാനായിട്ട് തുടങ്ങിയാൽ നമ്മൾ എല്ലാം എടുത്തു. അതുകൊണ്ട് ഞാനങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുമായിരുന്നു, ഒന്നും എടുക്കുന്നില്ല എന്ന് തന്നെ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഷൂട്ട് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പുനലൂരിനടുത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ റിയൽ ബസാറിൽ വന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ ഭയങ്കര അധികമല്ല. ഇത്രയും കളക്ഷൻസ് ഉള്ള ഷോപ്പായതുകൊണ്ട് മസ്റ്റായിട്ട് എന്തായാലും നിങ്ങൾ വരണം. അങ്ങനെ വിചാരിച്ചിട്ടാട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പം സെക്ഷൻ ബൈ സെക്ഷനായിട്ട് കിച്ചൺ ഐറ്റംസുകളെല്ലാം സെപ്പറേറ്റ് ചെയ്തൊക്കെ ഉണ്ട്. നമുക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഞാനിപ്പം തന്നെ കഴിഞ്ഞതിനൊക്കെ ആയിരുന്നാലും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് അല്ലറച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഒലിവറിന് ഓടി കളിക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വന്ന് സ്ക്രബ് വിത്ത് ഹാൻഡിലാണ് കേട്ടോ. നമുക്ക് കരിയൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലൊന്നും പിടിക്കാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. മസ്റ്റ് വിസിറ്റ് ഇൻ റിയൽ ബസാർ. നമ്മൾ അവിടെ നേരെ അർസു കേക്ക് സ്റ്റുഡിയോയിലോട്ടാട്ടോ പോയത്. ഞങ്ങളിപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടെ നിന്നാണ് കേക്കൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. വെഡിങ് ആനിവേഴ്സറിയുടെ ആ സമയത്തോട്ടൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ മേടിച്ചത്. നമ്മുടെ സാധനത്തിൽ അപ്പു വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോയ കടയാണ്. അപ്പോൾ കേക്കിന് ഞാൻ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വരായിരുന്നു. ഡിസൈൻ പറഞ്ഞു കൊടുത്തതിനനുസരിച്ചിട്ടായിരുന്നു ഒലിവറിൻ്റെ ബർത്ത്ഡേ ഒക്കെ അവർ പ്രിപ്പയർ ചെയ്തെടുത്ത് തന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ ഞാൻ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. ഒന്നാമത് വയ്യാണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ ഞാൻ ഇതിന് വേണ്ടി തന്നെ ഇറങ്ങി. അപ്പോൾ ഞങ്ങളിപ്പം വന്നിരിക്കുന്ന ഒലിവറിൻ്റെ ഹെയർ കട്ടിന് വേണ്ടി. അപ്പോൾ ഹെയർ കട്ടും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒലിവറിൻ്റെ ബർത്ത്ഡേ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ട് തീരുമെന്ന് വെച്ചിട്ടാട്ടോ ഈ രാത്രിയിൽ തന്നെ ഏകദേശം 8 മണി കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ഇതിന് വേണ്ടി വന്നത്. അപ്പോൾ ഒലിവറിന് വെട്ടുന്ന ഹെയർ സ്റ്റൈൽ വന്നിട്ട് മഷ്റൂം കട്ടിംഗ് ആണോ. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞങ്ങളത് വെട്ടിയിട്ടുണ്ടായിരുന്നു. ചേനായിരുന്നു ഇപ്പോൾ വെട്ടിയത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ മതിയെന്ന് വിചാരിച്ചിട്ട് ആ ഒരു കട്ടാണ് ഇപ്പം ഞങ്ങൾ ഒലിവറിന് വേണ്ടി ചെയ്യുന്നത്. പിന്നെ എന്താ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞപ്പോൾ 1 മാസത്തോളം ആയി കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഉള്ളൂ, ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഞങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. മെയിൻലി എനിക്ക് റിയൽ ബസാർ പോയതൊക്കെ ഒന്ന് കാണിക്കണമായിരുന്നു. നമ്മൾ ബർത്ത്ഡേയുടെ ഷോപ്പിങ്ങിന് പോയപ്പോഴാണല്ലോ റിയൽ ബസാറിലൊക്കെ കയറി ചെയ്തു. പ്ലാൻ ചെയ്ത് പോയതല്ല. പപ്പ ഇങ്ങനെ പറഞ്ഞു പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഷോപ്പാണ്, അവിടെ തന്നെ ഒരുപാട് ഇതുണ്ടെന്ന് വെച്ച് ഞാനും ആദ്യമായിട്ടാണ് പോയത്. സോ അവിടുത്തെ ഇതൊക്കെ നിങ്ങൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തിരിച്ചെത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ ഫ്രം അഖിലജീന മൈസ്റ്റർ.